ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രം എടുത്താൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പേരിനൊപ്പം ആദ്യം തെളിയുന്ന രൂപം മഹേന്ദ്ര സിംഗ് ധോണിയുടേതാണ്. 2008 IPL ആരംഭിച്ച മുതൽ CSKയുടെ നട്ടെല്ലായി നിലകൊള്ളുന്ന ധോണി ടീമിന് 5 കിരീടങ്ങളാണ് സമ്മാനിച്ചത്. എന്നാൽ 2025 സീസണിലേക്ക് എത്തുമ്പോൾ ചെന്നൈ ടീമിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടീമിലെ ശമ്പള ഘടനയാണ്. ഒരു കാലത്ത് IPL ഏറ്റവും വിലപിടിപ്പുള്ള താരം ഇന്ന് തന്റെ ടീമിലെ പല ജൂനിയർ താരങ്ങളെക്കാളും കുറഞ്ഞ പ്രതിഫലത്തിലാണ് കളിക്കുന്നത്. 44-ാം വയസ്സിലും കളിക്കളത്തിൽ സജീവമാകാൻ തീരുമാനിച്ച ധോണിയുടെ ഈ വിട്ടുവീഴ്ച ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ധോണിയുടെ ശമ്പളം ഇത്രയും അധികം കുറഞ്ഞതെന്നത് പല ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിന് പിന്നിൽ BBCയുടെ ഒരു പുതിയ നിയമമുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ട് 5 വർഷം പൂർത്തിയായ ഇന്ത്യൻ താരങ്ങളെ അൺക്യാപ്ഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ഫ്രാഞ്ചൈസികൾക്ക് സാധിക്കും. 2020 ഓഗസ്റ്റിൽ വിരമിച്ച ധോണി ഈ നിബന്ധനയിൽ കൃത്യമായി ഉൾപ്പെടുന്നു. അൺക്യാപ്ഡ് താരമായി ഒരു കളിക്കാരനെ നിലനിർത്തുമ്പോൾ ടീമിന്റെ ആകെ ലേലത്തുകയിൽ നിന്നും വെറും 4 കോടി രൂപ മാത്രമേ കുറയുകയുള്ളൂ. CSK സംബന്ധിച്ചിടത്തോളം ലേലത്തിൽ മികച്ച താരങ്ങളെ വാങ്ങാൻ കൂടുതൽ തുക ലഭ്യമാക്കാൻ ധോണി സ്വയം ഈ സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു. ഇതോടെയാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ധോണി 8ാം സ്ഥാനത്തിന് പുറത്തേക്ക് പോയത്. നിലവിലെ കണക്കുകൾ പ്രകാരം CSKയിൽ ധോണിയേക്കാൾ ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്ന 8 താരങ്ങളാണുള്ളത്. CSKയുടെ ഭാവി നായകനായി വളർന്നു വരുന്ന ഋതുരാജ് ഇന്ന് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. 2024 സീസണിൽ ധോണിയിൽ നിന്നും നായകസ്ഥാനം ഏറ്റെടുത്ത ഋതുരാജിനെ 18 കോടി രൂപയ്ക്കാണ് ചെന്നൈ നിലനിർത്തിയത്. സ്ഥിരതയാർന്ന ബാറ്റിംഗും ശാന്തമായ ലീഡർഷിപ്പുമാണ് അദ്ദേഹത്തെ ഈ വൻ തുകയ്ക്ക് അർഹനാക്കിയതും. 2025 സീസണിലെ ഏറ്റവും വലിയ ട്രേഡ് വാർത്തയായിരുന്നു സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തുന്നു എന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന മലയാളി താരം സഞ്ജുവിനെ അതേ ശമ്പളമായ 18 കോടി രൂപയ്ക്കാണ് CSK തങ്ങളുടെ ടീമിലെത്തിച്ചത്. ധോണിക്ക് ശേഷം വിക്കറ്റിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിന് CSK കണ്ടെത്തിയ ഉത്തരമാണ് സഞ്ജു. ഋതുരാജിനൊപ്പം ടീമിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന താരമായി ഇതോടെ സഞ്ജു മാറി. ആരാധകരെ ഞെട്ടിച്ച ഒരു നീക്കമായിരുന്നു മിനി ലേലത്തിൽ കാർത്തിക് ശർമ്മയ്ക്കായി CSK നടത്തിയ പോരാട്ടം. വെറും 20 ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഈ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററെ 14.2 കോടി രൂപയ്ക്കാണ് ചെന്നൈ സ്വന്തമാക്കിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ അൺക്യാപ്ഡ് താരമെന്ന റെക്കോർഡ് ഇതോടെ കാർത്തിക്കിനെ തേടിയെത്തി. ധോണിയുടെ ശമ്പളത്തിന്റെ 3 ഇരട്ടിയിലധികമാണ് ഈ യുവതാരം വാങ്ങുന്നത്. കാർത്തിക് ശർമ്മയ്ക്കൊപ്പം തന്നെ റെക്കോർഡ് തുകയ്ക്ക് CSK വാങ്ങിയ മറ്റൊരു അൺക്യാപ്ഡ് താരമാണ് സ്പിൻ ഓൾറൗണ്ടർ പ്രശാന്ത് വീർ. 14.2 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ പ്രതിഫലം. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം മുൻനിർത്തിയാണ് ചെന്നൈ ഇത്രയും വലിയ തുക പ്രശാന്തിനായി നിക്ഷേപിച്ചത്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി CSKയുടെ സിക്സർ മെഷീനാണ് ശിവം ദുബൈ. സ്പിന്നർമാരെ നേരിടുന്നതിൽ ദുബൈക്കുള്ള കഴിവ് മറ്റാർക്കുമില്ല. 12 കോടി രൂപയ്ക്കാണ് താരത്തെ CSK നിലനിർത്തിയത്. മധ്യനിരയിൽ കളി മാറ്റാൻ ശേഷിയുള്ള ദുബൈ ടീമിന്റെ അഭിവാജ്യ ഘടകമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള യുവ സ്പിന്നർ നൂർ അഹമ്മദിനെ 10 കോടി രൂപയ്ക്കാണ് മെഗാലേലത്തിലൂടെ ചെന്നൈ സ്വന്തമാക്കിയത്. ഗുജറാത്ത് ടൈറ്റൻസിൽ ശ്രദ്ധേയനായ പ്രകടനം കാഴ്ചവെച്ച നൂർ ചെന്നൈയിലേക്ക് സ്പിൻ പിച്ചുകളിൽ ധോണിയുടെ വലിയ ആയുധമായിരിക്കും. ഇന്ത്യൻ താരം രാഹുൽ ചഹറിനെ 5.2 കോടി രൂപയ്ക്കാണ് CSK ലേലത്തിൽ പിടിച്ചത്. മുമ്പ് മുംബൈ ഇന്ത്യൻസിനായി മികച്ച പ്രകടനം നടത്തിയ താരത്തിന് ധോണിയേക്കാൾ 1.2 കോടി രൂപ ശമ്പളം കൂടുതലുണ്ട്. ഇടംകൈൻ പേസർ ഖലീൽ അഹമ്മദിനെ 4.8 കോടി രൂപയ്ക്കാണ് CSK വാങ്ങിയത്. പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് ഗുണകരമാകും. ധോണിയുടെ 4 കോടി എന്ന പ്രതിഫലത്തെക്കാൾ നേരിയ വ്യത്യാസത്തിൽ അദ്ദേഹം മുന്നിലാണുള്ളത്. ഈ ശമ്പള കണക്കുകൾ കാണുമ്പോൾ ധോണി തഴയപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ധോണി എന്ന വ്യക്തിക്ക് IPLൽ പണത്തേക്കാൾ ഉപരി ടീമിന്റെ വിജയമാണ് പ്രധാനം. CSKയുടെ പേഴ്സ് വാല്യൂവിൽ 14 കോടി രൂപ ലഭിക്കാൻ ധോണി സ്വയം മുന്നോട്ട് വന്നതാണ് ഈ മാറ്റത്തിന് കാരണം. ഇതുവഴിയാണ് സഞ്ജു സാംസണെ പോലെയുള്ള മികച്ച താരങ്ങളെ ടീമിന് ഉൾക്കൊള്ളാൻ സാധിച്ചത്. ധോണിക്ക് ലഭിക്കുന്ന 4 കോടി രൂപ എന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂവും ടീമിന് നൽകുന്ന മാനസികമായ കരുത്തും കോടികൾക്കപ്പുറമാണ്. 2025 CSK ടീം യുവത്വവും അനുഭവ സമ്പത്തും ഒത്തുചേർന്ന ഒന്നാണ്. ഋതുരാജിന്റെ നായകത്വത്തിന് കീഴിൽ സഞ്ജു, ശിവൻ ദുബൈ തുടങ്ങിയവർ ബാറ്റിംഗിൽ കരുത്തരാകുമ്പോൾ വിക്കറ്റിന് പിന്നിലും ഉപദേശകനായും ധോണി ഉണ്ടാകുന്നത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം 2026 IPL ചരിത്രപരമായ ഒന്നായിരിക്കും. കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ ക്രിക്കറ്റ് ഇതിഹാസം ധോണിക്കൊപ്പം ഒരേ ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നു എന്നത് വലിയൊരു സ്വപ്ന സാഫല്യമാണ്. ധോണിയുടെ പകരക്കാരനായി സഞ്ജുവിനെ ചെന്നൈ കാണുന്നു എന്നതിന്റെ സൂചനയാണ് 18 കോടി എന്ന ഈ വൻ തുക. വരും വർഷങ്ങളിൽ CSKയുടെ മുഖമായി സഞ്ജു മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ക്രിക്കറ്റ് എന്നത് വെറും കണക്കുകളുടെ കളി മാത്രമല്ലെന്ന് ധോണി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. തന്റെ ശമ്പളം കുറഞ്ഞാലും തന്റെ ടീം ശക്തമായിരിക്കണമെന്ന ധോണിയുടെ നിലപാട് അദ്ദേഹത്തെ വീണ്ടും ഒരു വലിയ മനുഷ്യനാക്കുന്നു. 2025 ചെന്നൈ സൂപ്പർ കിങ്സ് 6ാം കിരീടത്തിനായി ഇറങ്ങുമ്പോൾ ഈ 8 താരങ്ങളും ധോണിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അണിനിരക്കും. മൈതാനത്ത് സിക്സറുകൾ പായിക്കുന്ന ധോണിയെയും ടീമിനെ നയിക്കുന്ന ഋതുരാജിനെയും സഞ്ജുവിനെയും കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.